നമ്മുടെ ഓരോരുത്തരുടെയും വിചാരം കേട്ടോ, നമ്മൾ ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയത്ത് കുഴപ്പമില്ല പോട്ടെ വാ, എങ്ങനെ നമ്മൾ പുഷ് ചെയ്യാൻ ആൾക്കാർ വരും. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഡ്രീം ഉണ്ട്, നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമ്മൾ ആരോടെങ്കിലൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ പുഷ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകാൻ കുറെ ആൾക്കാർ വരും. ഇല്ലെങ്കിൽ നമുക്ക് ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ്, ആരെങ്കിലൊക്കെ സ്നേഹിക്കണം എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പേര് സ്നേഹിക്കാൻ ഇപ്പൊ വരുന്നു വെച്ചിട്ട് കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ടാവും കേട്ടോ. ഇവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ലൈഫിലുണ്ടല്ലോ നമുക്ക് എത്രയും നമ്മൾ ഡീപ്പായിട്ട് സ്നേഹിക്കുന്ന, നമ്മൾ ചേർത്ത് പിടിക്കുന്ന പാരന്റ്സ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് എത്രയും നമ്മളെ എല്ലാം അറിയുന്ന ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മൾ വിചാരിക്കുന്ന അത്രയും പൊട്ടൻഷ്യലി നമുക്ക് ഒരു സപ്പോർട്ട് തരാൻ വേണ്ടി പാകത്തിന് ഒരാളും ഇല്ല. നമുക്ക് നമ്മളെ ലൈഫിന്റെ ഉള്ളിലെ നമ്മുടെ ഡ്രീമോ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളോ ഒക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമുക്കേ അറിയൂ നമ്മുടെ ഡെപ്ത് എത്രയുണ്ട് അതിനോടുള്ളതെന്ന്. നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അതൊക്കെ മനസ്സിലാക്കി നമുക്ക് ഇങ്ങനെ പുഷ് ചെയ്യാൻ വരണമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. കാരണം ആ വ്യക്തിക്ക് അതിന്റെ നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള അതിന്റെ ആഴം എത്രയാണെന്ന് അറിയാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആരും നിങ്ങൾ വിചാരിച്ച രീതിയിൽ നിങ്ങളെ പുഷ് ചെയ്യാനോ ഒന്നിനും വരത്തില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ചുവടുകൾ സ്റ്റാർട്ട് ആവുന്നതും നിങ്ങൾക്ക് ഒരു സക്സസ് കാണാനും പറ്റുള്ളൂ. അല്ലാതെ ആരെങ്കിലൊക്കെ എന്റെ ലൈഫിലേക്ക് വരും എന്ന് കരുതിയിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന കാര്യം ഒന്ന് ചിന്തിക്കേണ്ടതാട്ടോ.